A warm good morning to all. So, today let us discuss Chapter 2 Theory of Consumer Behavior. We know that the success of any business depends upon the ability to meet the needs of its consumers. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നു, അവർക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ ബേസിസിലാണ് ഒരു ബിസിനസ്സിൻ്റെ സക്സസ് ഇരിക്കുന്നത്, ഇല്ലേ? According to Peter Drucker, there is only one valid definition of business purpose: to create a customer. പീറ്റർ ഡ്രക്കറിൻ്റെ അഭിപ്രായത്തിൽ ഒരു ബിസിനസ്സിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമേഴ്സ് വഴിയാണ് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ മാക്സിമം ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക? കസ്റ്റമേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കൂട്ടാൻ സാധിക്കും. നമുക്കിപ്പോൾ ഫിലിം ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജമൗലി ബാഹുബലി പോലെ ഒരു എപ്പിക് ഫിലിം എടുത്തു അല്ലേ? അപ്പോൾ ഈ ഒരു രാമായണം അല്ലെങ്കിൽ മഹാഭാരത പോലുള്ള ആ ഒരു രീതിയിലുള്ള ആ ഒരു ജോണറിലുള്ള ഫിലിംസൊക്കെ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആ ഒരു പടത്തിന് ഇത്രയും ഒരു പോപ്പുലാരിറ്റി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണോ ഒരു വ്യക്തി കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് അദ്ദേഹം ആ ഒരു പടത്തെ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണോ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് റീഡ് ചെയ്തിട്ട് ആ രീതിയിലുള്ള പ്രൊഡക്ട്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കസ്റ്റമേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. A business needs to understand what customers are willing and able to buy and what others are offering. അപ്പോൾ ഒരു ബിസിനസ്സിന് അറിഞ്ഞിരിക്കണം കസ്റ്റമേഴ്സ് എന്താണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അവർ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ, അവർക്ക് എബിലിറ്റി ഉണ്ടോ. ഇനി ഇതുപോലെ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഏത് രീതിയിലുള്ള പ്രൊഡക്ട്സാണ് ഓഫർ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചിട്ടെല്ലാം ഒരു ബിസിനസ്മാൻസിന് ധാരണ വേണം. ദ ക്വാണ്ടിറ്റി ദ കസ്റ്റമേഴ്സ് ആർ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു ബൈ ഇൻ എ ഗിവൺ പീരീഡ് ഇസ് നോൺ ആസ് ഡിമാൻഡ്. അപ്പോൾ ദ ക്വാണ്ടിറ്റി കസ്റ്റമേഴ്സ് വില്ല് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി ആണോ ഒരു പ്രോഡക്റ്റ് വില്ല് ചെയ്യുന്നതും അതുപോലെ തന്നെ ബൈ ചെയ്യാൻ എബിലിറ്റി ഉള്ളത് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്, അതിനെയാണ് ഇതെന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആരുണ്ടാവുള്ളൂ? കസ്റ്റമേഴ്സ് ഉണ്ടാവുള്ളൂ. കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റവന്യൂ ഉണ്ടാവുള്ളൂ. റവന്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഒരു ബിസിനസ്സിന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ, എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ മെയിൻ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ ഡിമാൻഡ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. എല്ലാ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിനും നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ഡിമാൻഡ് തന്നെയാണ് ഒരു ബേസിസ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലാണ് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കുള്ളൂ, ഇല്ലേ? മടിയന്മാരാണ് ഏറ്റവും കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നാണ് സയൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണം, നെസസിറ്റി വേണം, എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം കൊറോണ വൈറസ് വന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആൻറ്റിവൈറസ് പോലെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുള്ളൂ. ഡിമാൻഡ് ഇസ് ദ മദർ ഓഫ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെയാണ് ഡിമാൻഡിൻ്റെ ബേസിസിലാണ്, ഡിമാൻഡ് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് നടത്തേണ്ട ആവശ്യമുള്ളൂ? പ്രൊഡക്ഷൻ നടത്തേണ്ട ആവശ്യമുള്ളൂ. ഡിമാൻഡ് ഇസ് ദ മദർ ഓഫ് പ്രൊഡക്ഷൻ. ഇനി നമ്മൾ പറയാണ്, സാധാരണ ടേംസിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഡിമാൻഡ് മീൻസ് ഡിസയർ. ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസയർ ആണ്. എന്താണ് ഡിസയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡിസയർ മീൻസ് ദ വിഷ് ടു ഹാവ് സംതിങ്. നമുക്ക് എന്തെങ്കിലും വേണം എന്ന് ആഗ്രഹിക്കുന്നതിനെയാണ് ഡിസയർ എന്ന് പറയുന്നത്. ദ വിഷ് ടു ഹാവ് സംതിങ്. ഫോർ എക്സാമ്പിൾ, ഡിസയറിനെ നമുക്കൊരിക്കലും ഡിമാൻഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഓർഡിനറി ടേംസിൽ ഡിമാൻഡ് മീൻസ് ഡിസയർ ആണോ എന്നുണ്ടെങ്കിലും ഇൻ എക്കണോമിക്സ്
നമുക്കൊരിക്കലും ഡിമാൻഡും ഡിസയറും സെയിം ആണെന്ന് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു ബെഗ്ഗറാണെന്ന് കരുതുക. ആ ബെഗ്ഗർക്ക് ഒരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. കാശ് കൊടുക്കാൻ ഇയാൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അയാൾക്ക് എബിലിറ്റി ഇല്ല. അപ്പോൾ ആ ഒരു ആഗ്രഹത്തെ നമുക്ക് ഡിസയർ എന്ന് പറയാം, പക്ഷെ അതിന് നമുക്ക് ഡിമാൻഡ് എന്ന് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അയാളുടെ കയ്യിൽ പേയ്മെൻറ്റ് നടത്താനുള്ള ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് അതെന്തായിട്ട് മാറി? ഒരു ഡിസയർ മാത്രമായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. സോ എ ഡിസയർ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ ഈസ് കോൾഡ് ഡിമാൻഡ് ഇൻ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൽ എങ്ങനെയാണ് ഡിമാൻഡിനെ മീൻ ചെയ്യുന്നത്? എ ഡിസയർ, ഒരു ആഗ്രഹം വേണം, വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. അവർ ക്യാഷ് കൊടുക്കാൻ വില്ലിങ് ആയിരിക്കണം. വില്ലിങ് ആയി മാത്രം പോരാ, അവരുടെ കയ്യിൽ എന്തുകൂടി വേണം? ക്യാഷും കൂടി വേണം. അങ്ങനെയുള്ളൊരു ആഗ്രഹത്തെയാണ് എന്ന് പറയുക? ഡിമാൻഡ് എന്ന് പറയുക. അപ്പോൾ വില്ലിങ്നെസ്സും എബിലിറ്റി ടു പേ ഇത് രണ്ടും കൂടി ചേർന്നാൽ, അതുപോലെ തന്നെ ഡിസയർ, ഈ 3 കാര്യങ്ങളും ചേർന്നാലാണ് എന്തായിട്ട് മാറുന്നുള്ളൂ? ഡിമാൻഡായിട്ട് മാറുന്നുള്ളൂ. എ ഡിസയർ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ ഈസ് കോൾഡ് ഡിമാൻഡ് ഇൻ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ ഇൻ ഷോർട്ട് ഡിമാൻഡ് ഈസ് ഇഫക്റ്റീവ് ഡിസയർ. ഒരു ഇഫക്റ്റീവ് ഡിസയറാണ്. അവിടെ എന്ത് വേണം? വില്ലിങ്നെസ് ടു പേയും വേണം, എബിലിറ്റി ടു പേ. നമ്മളുടെ അടുത്ത് ക്യാഷ് ഉണ്ടായാൽ മാത്രം പോരാ, നമ്മളത് ചിലവാക്കാനും തയ്യാറാകണം, ഇല്ലേ? പേ ചെയ്യാനും കൂടി തയ്യാറാകണം. എന്നാൽ മാത്രമേ അത് എന്തായിട്ട് മാറുന്നുള്ളൂ? ഡിമാൻഡായിട്ട് മാറുന്നുള്ളൂ. ഇനി സംടൈംസ് എ ഡിമാൻഡ് വിച്ച് കനോട്ട് ബി മെറ്റ് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് കമ്മോഡിറ്റി. ചില കമ്മോഡിറ്റീസിൻ്റെ ഷോർട്ടേജ് കാരണം നമുക്ക് ആ ഒരു ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് നമ്മൾ വില്ലിങ് ടു പേ ആണ്, എബിലിറ്റി ടു പേ ആണ്, പക്ഷേ എന്തില്ല? കമ്മോഡിറ്റി ഇല്ല, വാങ്ങാനുള്ള കമ്മോഡിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷന് പറയുന്നതാണ് ഇൻസാറ്റബിൾ ഡിമാൻഡ്. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു പ്രൊഫസർ ഹിബ്ഡൺ, ഡിമാൻഡ് മീൻസ്, ഡിമാൻഡിൻ്റെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. ദ വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് that would be purchased per time at different prices in given market. Okay, demand means the various quantities of goods. പല തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ആണ്. അതായത് 1 കിലോ, 2 കിലോ, 3 കിലോ, ആ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഒരെണ്ണം, 5 എണ്ണം, 10 എണ്ണം, 100 എണ്ണം. അപ്പോൾ അവിടെ വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ദാറ്റ് വുഡ് ബി പർച്ചേസ്ഡ്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പർച്ചേസ് ചെയ്യാൻ പോവാണ്. പെർ ടൈം പീരീഡ്. പെർ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ പല ടൈമുകളിലായിട്ടാണ് നമ്മളത് വാങ്ങുന്നത്. അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്, അതും പല പ്രൈസസിലാണ്. ഇൻ ഗിവൺ മാർക്കറ്റ്, ഒരു മാർക്കറ്റിൽ നിന്ന് പല ടൈമിലെ പല പ്രൈസിലെ വെറൈറ്റീസ് ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് എന്നാണ് ഹിബ്ഡൺ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദസ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് its quantity which consumers are able and willing to buy at various prices during a given period of time. അപ്പോൾ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ പല പ്രൈസസിൽ കൺസ്യൂമേഴ്സ് ഗുഡ്സ് ബൈ ചെയ്യാൻ വില്ലിങ് നടത്തുകയും അവരുടെ കയ്യിൽ എബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ഡിമാൻഡ് പൂർത്തിയാവില്ല. ഡിമാൻഡ് ഈസ് മീനിങ്ലെസ് അൺലെസ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് വിത്ത് റെഫറൻസ് ടു എ പ്രൈസ്. പ്രൈസിനെ കുറിച്ചിട്ട് നമ്മൾ കോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡിമാൻഡ് ആകില്ല. ഡിമാൻഡ് എപ്പോഴും റിലേറ്റഡ് ടു പ്രൈസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2017 ഒരു കാറിന് 7 ലക്ഷം രൂപയാണ്. ഇനി 2020 ആ കാറിന് 10 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? സെയിം പ്രോഡക്റ്റ് തന്നെയാണ്, ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈം ആണ്, ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്. കണ്ടോ? അപ്പോൾ അവിടെ ഡിമാൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചിട്ടും പറയേണ്ടി വരും? പ്രൈസസിനെ കുറിച്ചിട്ടും കൂടിയും പറയേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് പറയുന്നതാണ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡിൽ എന്താണ് പറയുന്നത്? വെൻ ദ പ്രൈസസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ് ആൻഡ് വെൻ പ്രൈസസ് ഇൻക്രീസസ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്രീസസ്. നമുക്കെടുക്കാം, ഇപ്പോൾ ഗോൾഡ് ആണ് എന്ന് കരുതുക. വെൻ ദ പ്രൈസസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ്,
ഗോൾഡിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ്, ഗോൾഡിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ, ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ്, ആൾക്കാർ കൂടുതലായിട്ട് ഗോൾഡ് വാങ്ങും ഇല്ലേ. ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ആൾക്കാർക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി കൂടും. ആൻഡ് വെൻ പ്രൈസ് ഇൻക്രീസസ്, ഗോൾഡിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ, ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്രീസസ്, ക്വാണ്ടിറ്റി വാങ്ങുന്നത് കുറയും. ഇതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. Thus, there is an inverse relationship between the price of a commodity and the quantity demanded. അപ്പോൾ അവിടെ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ്. ആരൊക്കെ തമ്മിൽ? പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ. എന്തുകൊണ്ട് ഇൻവേഴ്സ് എന്ന് പറയുന്നത്? പ്രൈസ് കൂടുന്നു, ആ സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറയുന്നു. ഒന്ന് മീതയ്ക്ക് പോകുമ്പോൾ മറ്റേത് എന്ത് ചെയ്യാണ്? താഴ്ത്തിക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തൊരു സാധനത്തിനും വില കുറയുമ്പോൾ തന്നെയാണ് എന്ത് കൂടുന്നത്? ഡിമാൻഡ് കൂടുന്നത്. ഓക്കെ. ദ റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് ദ ലോ ഓഫ് ഡിമാൻഡ്. ഇങ്ങനെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു സാമുവൽസൺ എന്താണ് ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്? ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ്, എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? പീപ്പിൾ വിൽ ബൈ മോർ അറ്റ് ലോവർ പ്രൈസസ്. ചെറിയ പ്രൈസിൽ വില കുറയുമ്പോഴാണ് ആൾക്കാർ കൂടുതലായിട്ട് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. സ്റ്റേറ്റ്സ് ദാറ്റ് പീപ്പിൾ വിൽ ബൈ, മനുഷ്യന്മാർ കൂടുതലായിട്ട് വാങ്ങും. മോർ അറ്റ് ലോവർ പ്രൈസസ്, കൂടുതലായിട്ട് വാങ്ങും എപ്പോൾ? വില കുറയുമ്പോൾ. ആൻഡ് ബൈ ലെസ് അറ്റ് ഹയർ പ്രൈസസ്, ഹയർ പ്രൈസസിലെ അവർ കുറച്ച് മാത്രമേ ബൈ ചെയ്യുള്ളൂ. ഇവിടുത്തെ ബൈ എന്ന് പറയുന്നത് BUY. ഓക്കെ. ഹയർ പ്രൈസസിലെ കുറച്ച് മാത്രം ബൈ ചെയ്യും, ലോവർ പ്രൈസസിലെ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യും. അങ്ങനെയാണ് സാമുവൽസൺ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ലോ ഓഫ് ഡിമാൻഡിനെയാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് മാർക്കറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ലോ ഓഫ് മാർക്കറ്റ് ഈസ് നോൺ ആസ് ദ ലോ ഓഫ് ഡിമാൻഡ്. ഓക്കെ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? വെൻ ദി പ്രൈസ് ഇൻക്രീസസ്, ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ ഡിക്രീസസ്. And when the price decreases, then the quantity demanded will increases. പ്രൈസ് കൂടുമ്പോൾ വാങ്ങുന്നത് കുറയും, പ്രൈസ് കുറയുമ്പോൾ വാങ്ങുന്നത് കൂടും. ഇനി നമുക്ക് നോക്കാം അസംഷൻസ് ഓഫ് ദ ലോ ഓഫ് ഡിമാൻഡ്. എന്തൊക്കെയാണ് ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് പറയുന്ന സമയത്ത്? കുറച്ച് അസംഷൻസ് നമ്മൾ വെക്കുന്നുണ്ട്. ഈ അസംഷൻസ് ഒക്കെ ശരിക്കും നടക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ലോ അപ്ലിക്കബിൾ ആകുള്ളൂ. അതായത് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കുറയുള്ളൂ. ഈ അസംഷൻസ് ഒക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രം. എന്താണ് ഫസ്റ്റ് അസംഷൻ? ഇൻകം ഓഫ് ദി ബയ്യർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ആ ഒരു ബയ്യറുടെ കയ്യിലുള്ള ഇൻകം കോൺസ്റ്റൻ്റ് ആണ്, അതിൽ മാറ്റമൊന്നും വരുന്നില്ല. ഓക്കെ. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമുക്ക് പേരൻസ് തരുന്ന ക്യാഷ് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ കുഞ്ഞു സാധനങ്ങൾ മാത്രമാണ് വാങ്ങുന്നത്. ഇനി ഭാവിയിൽ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകം ലെവൽ കൂടും. അപ്പോൾ നമ്മൾ ഈ സെയിം പ്രോഡക്റ്റുകൾ തന്നെ ബ്രാൻഡ് മാറ്റി യൂസ് ചെയ്യാൻ തുടങ്ങും ഇല്ലേ. നമ്മൾ കുറച്ചുകൂടി വില കൂടിയ പ്രോഡക്റ്റ്സ് വാങ്ങാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കൺസ്യൂമറുടെ ഇൻകം ലെവൽ സെയിം ആണെങ്കിൽ മാത്രമേ ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് അപ്ലിക്കബിൾ ആകുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമേഴ്സ് റിമൈൻ സെയിം. കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിലെ മാറ്റമൊന്നും വന്നിട്ടില്ല, അവർ ആഗ്രഹിക്കുന്നത് സെയിം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ ചായ കുടിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ചായയുടെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാൾ ചായപ്പൊടി കൂടുതലായിട്ട് വാങ്ങും. ഇനി ചായ കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു, പെട്ടെന്ന് അയാൾക്ക് കാപ്പിയോട് ഇൻട്രസ്റ്റ് തോന്നി. ആ ഒരു സിറ്റുവേഷനിൽ ചായപ്പൊടിക്ക് വില കുറഞ്ഞാലും അയാൾ ഏതേ വാങ്ങുള്ളൂ? കാപ്പിപ്പൊടിയെ വാങ്ങുള്ളൂ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിലെ മാറ്റമൊന്നും വന്നിട്ടില്ല, അത് റിമൈൻ സെയിം ആണ്. നെക്സ്റ്റ് പറയുന്നതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആകാം, കോംപ്ലിമെൻറ്റ്സ് ആകാം. ഇത് രണ്ടും സെയിം തന്നെയാണ്, അതിൻ്റെ പ്രൈസ് സെയിം തന്നെയാണ്. ഓക്കെ.
സബ്സ്റ്റിറ്റ്യൂട്ട്സ് പ്രോഡക്ട്സിൻ്റെയും കോംപ്ലിമെൻ്ററി പ്രോഡക്ട്സിൻ്റെയും പ്രൈസ് സെയിം തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒന്നിന് പകരമായിട്ടുള്ളതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് പറയാവുന്നതാണ്. ഇനി കോംപ്ലിമെൻ്ററി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ബാറ്റും ബോളും, അതിനെ നമുക്ക് കോംപ്ലിമെൻ്ററി പ്രോഡക്ട്സ് ആയിട്ട് പറയാവുന്നതാണ്. ഒന്നിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഒന്നിനോടൊപ്പം യൂസ് ചെയ്യുന്നത് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അപ്പോൾ ഈ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെയും ഒന്നും പ്രൈസിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് കൺസ്യൂമേഴ്സ് ഡു നോട്ട് നോ അബൌട്ട് എനി ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്. അതുപോലെ തന്നെ മാർക്കറ്റിലെ പുതിയതായിട്ടുള്ളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൺസ്യൂമേഴ്സിനൊന്നും വലിയ ധാരണയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യും, കറൻ്റ്ലി ഉള്ള ഈ ഒരു പ്രോഡക്റ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഓക്കെ, ദർ ഈസ് നോ എക്സ്പെക്ടേഷൻ ഓഫ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഇൻ ദ നിയർ ഫ്യൂച്ചർ. അതുപോലെ തന്നെ ഭാവിയിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമെന്നോ അല്ലെങ്കിൽ കുറയുമെന്നോ ഒരു ചേഞ്ച് ഇൻ പ്രൈസ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നതാണ് കമ്മോഡിറ്റി ഷുഡ് നോട്ട് ബി പ്രസ്റ്റേജ് ഗുഡ്സ്. അതൊരു പ്രസ്റ്റേജ് ഗുഡ്സ് ആവാൻ പാടില്ല. അതായത് ബാക്കിയുള്ളവരുടെ മുന്നിൽ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ രീതിയിൽ ഒരിക്കലും ആകാൻ പാടില്ല. ദ സൈസ് ഓഫ് പോപ്പുലേഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ നമ്മളുടെ എക്കോണമിയിലുള്ള പോപ്പുലേഷൻ്റെ സൈസിൽ മാറ്റമൊന്നും ഉണ്ടാവാൻ പാടില്ല. പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും, നമുക്കറിയാം. അപ്പോൾ അവിടെ ഡിമാൻഡിൽ ചേഞ്ച് വരികയാണ്. അപ്പോൾ അതും നമ്മളൊരു അസംപ്ഷൻ ആയിട്ടാണ് വെക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം യൂട്ടിലിറ്റീനെ കുറിച്ചിട്ട്. അതിനു മുൻപ് നമുക്കൊരു ടേമിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, കൺസംഷൻ. ഓക്കെ, എന്താണ് കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് മീൻസ് ടു സാറ്റിസ്ഫൈ ഓർ ഫുൾഫിൽ. നമ്മൾ പൂർത്തീകരിക്കുകയാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ യൂസ് ചെയ്യാണ്, കൺസ്യൂം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണ്, ആ ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ഗുഡ്സിനെ അല്ലെങ്കിൽ സർവീസസിനെ നമ്മൾ യൂസ് ചെയ്യാണ്. യൂസ് ചെയ്യുന്നത് വഴി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹം ഫുൾഫിൽ ആവുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺസംഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പാൻ ഉപയോഗിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഡ്രസ്സ് വാങ്ങുന്നു. ഇതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിളാണ്, കൺസംഷന് എക്സാമ്പിളാണ്. സോ കൺസംഷൻ ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദി യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിയുടെ ഡിസ്ട്രക്ഷനെ ആയിട്ടാണ് നമ്മൾ എന്ന് പറയുന്നത് കൺസംഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് മാർഷാളാണ് ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. കൺസംഷൻ ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിയുടെ ഒരു ഡിസ്ട്രക്ഷൻ ആയിട്ടാണ് നമ്മൾ എന്തിന് പറയുന്നത്, കൺസംഷനെ പറയുന്നത്. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. യൂട്ടിലിറ്റി സിംപ്ലി മീൻസ് യൂസ് വാല്യൂ. അതായത് നമ്മൾ വാല്യൂ യൂസ് ചെയ്യുന്നതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. According to M.M. Bober, utility is the power of a commodity or service to satisfy human want. ഒരു ഹ്യൂമൻ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, ഒരു മനുഷ്യൻ്റെ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മോഡിറ്റിക്ക് അല്ലെങ്കിൽ ഒരു സർവീസിനുള്ള പവറിനെയാണ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുഡാണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വിശപ്പടങ്ങും ഇല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു പവറുണ്ട്, ആ ഒരു പ്രോഡക്റ്റിന് ഒരു വാല്യൂ ഉണ്ട്. ഫുഡിന് എന്തുണ്ട്, പവറുണ്ട്, ഒരു വാല്യൂ ഉണ്ട് ഇല്ലേ. അത് തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ദ പവർ ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്. ഹ്യൂമൻ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റിയുടെ പവറിനെ അല്ലെങ്കിൽ വാല്യൂവിനെയാണ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൺസംഷൻ ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. കൺസംഷൻ ഈസ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി അവിടെ ഇല്ലാതെയാവുകയാണ്. ഫുഡ് കഴിച്ചത് വഴി നമ്മളുടെ ഹ്യൂമൻ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പവർ നഷ്ടപ്പെട്ടു മീൻസ് നമ്മളത് കൺസ്യൂം ചെയ്തു. ഇനി നമ്മൾക്ക് ആ ഒരു ഫുഡിൽ നിന്ന് ഇനിയും ഒരു പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവിടെ ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ പവർ ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്. ഹ്യൂമൻ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കമ്മോഡിറ്റിയുടെ ഒരു പവറിനെയാണ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി യൂട്ടിലിറ്റി മെയിനായിട്ട് രണ്ട് രീതിയിലാണ് വരുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? ഇറ്റ്സ് എ സം ഓഫ്
ദ യൂട്ടിലിറ്റി ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൺസ്യൂമിങ് ഓൾ ദ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. എല്ലാ യൂണിറ്റ്സും കൺസ്യൂം ചെയ്തത് വഴി നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സം ഓഫ് യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ സം ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരാളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അപ്പോൾ അയാൾക്ക് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 1. ഇനി അയാൾ ഒരു 5 ഗ്ലാസ് വെള്ളം കുടിച്ചു എന്ന് കരുതുക. അപ്പോൾ അയാൾക്ക് അവിടെ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം അയാൾ കൺസ്യൂം ചെയ്തോ അത്രത്തോളം യൂട്ടിലിറ്റി അവിടെ കിട്ടുകയാണ്. അതിനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സം ഓഫ് ദി യൂട്ടിലിറ്റീസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൺസ്യൂമിങ് ഓൾ ദി യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി. ആ എല്ലാ യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റിയും കൺസ്യൂം ചെയ്യുന്നത് വഴി അയാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സം ടോട്ടലിനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? ഇറ്റ്സ് എ യൂട്ടിലിറ്റി ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റിൽ നിന്നും അയാൾക്ക് കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ മീൻസ് അഡീഷണൽ. ഒരു അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്തത് വഴി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 5 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്തത് വഴി അയാൾക്ക് കിട്ടുന്നത് 200 യൂണിറ്റ്സ് ആണ് എന്ന് കരുതുക. ഓക്കെ, 5 യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നത് വഴി അദ്ദേഹത്തിന് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 200 യൂണിറ്റ്സ് ആണ് എന്ന് കരുതുക. ഇനി 6ാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ടോട്ടൽ 230 യൂട്ടിലിറ്റി അവിടെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അഡീഷണൽ വന്നിട്ടുള്ളതില്ലേ, ഒരെണ്ണം ഒരു 5 എന്നുള്ളത് 6 ആക്കി ഇല്ലേ, അപ്പോൾ അവിടെ ഒരു ഇൻക്രീസ് വന്നു, ഒരു അഡീഷൻ വന്നു. ആ ഒരു യൂണിറ്റ് കൂട്ടിയത് കൊണ്ട് അതിലേക്ക് എത്രത്തോളം യൂട്ടിലിറ്റി കിട്ടി? 30 യൂട്ടിലിറ്റി കിട്ടിയില്ലേ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്തായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദി യൂട്ടിലിറ്റി ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് വന്നത് കാരണം നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള അഡീഷണൽ യൂട്ടിലിറ്റീനെയാണ് എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. It refers to the utility derived from the last unit of a commodity consumed. ലാസ്റ്റ് യൂണിറ്റ്, 6ാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തത് വഴി നമുക്ക് എത്ര യൂട്ടിലിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്? എത്രയാണ്? 30 ഇല്ലേ. 200 എന്നുള്ളത് 230 ആയി. അപ്പോൾ നമുക്കവിടെ 30 നമുക്കവിടെ കിട്ടിയിട്ടുള്ള എക്സ്ട്രാ യൂട്ടിലിറ്റി. അതിനെയാണ് എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, എന്താണ് കൺസ്യൂമർ ബിഹേവിയർ. Consumer behavior is a study of consumer while engaged എന്നാണ്, while engaged in the process of consumption. കൺസംഷൻ നടത്തുന്ന സമയത്ത് ഒരു കൺസ്യൂമർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടാണ് കൺസ്യൂമർ ബിഹേവിയറിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻലി തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് പഠിക്കാനുള്ളത്. മെയിൻലി 3 തിയറീസ് ആണ് വരുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, റിവീൽഡ് പ്രിഫറൻസ് തിയറി ഓഫ് പോൾ സാമുവൽസൺ. ഇങ്ങനെ 3 അപ്രോച്ചസ് ആണ് കൺസ്യൂമർ ബിഹേവിയറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൗ ദി കൺസ്യൂമേഴ്സ് ബിഹേവ് വൈൽ എൻഗേജിങ് ഇൻ ദി പ്രോസസ് ഓഫ് കൺസംഷൻ. കൺസംഷൻ നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത്? കൺസ്യൂമർ ബിഹേവിയർ. ഇനി ഈ ഓരോ അപ്രോച്ചിനെ കുറിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.